ഇലക്ട്രീഷ്യൻ ട്രേഡിന്റെ പുതിയ സെക്ഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ സെക്ഷനിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സർക്യൂട്ട് ബ്രേക്കറിന്റെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് പ്രാക്ടീസിനെ പറ്റിയാണ്. ഈ സെക്ഷൻ പഠിക്കുന്നതോടെ നിങ്ങൾക്ക് ഷട്ട് ഡൗൺ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതിനും ഒരു സർക്യൂട്ട് ബ്രേക്കറിന്റെ സർവീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് മാനുവൽ ഉപയോഗിച്ച് അവയുടെ പാർട്സും ഫംഗ്ഷനും തിരിച്ചറിയുകയും പതിവ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി മെയിൻ്റനൻസ് റെക്കോർഡ് പരിശോധിക്കാനും ഫോൾട്ടി പാർട്സ് കണ്ടുപിടിച്ച് അവ റീപ്ലേസ് ചെയ്യാനും സർക്യൂട്ട് ബ്രേക്കറിന്റെ മെയിൻ്റനൻസ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതും മനസ്സിലാക്കാനാകും. Electrician tools kit and equipments required. Insulated cutting pliers 150 mm, screwdriver 150 mm, heavy duty screwdriver 300 mm, neon tester 150 mm 600 volts. DE double-ended spanner set 5 to 20 mm, box spanner set 5 to 20 mm, Megger 500 volt, multimeter 20 kilo ohm per volt, cleaning brush round 2.5 cm, plumb bob with thread, spirit level 300 mm, flat file bastard 250 mm, circuit breaker of high voltage and current rating, rubber or cork gasket അത് റിക്വയർഡ് ആയ അളവിലെടുക്കേണ്ടതാണ്. സാൻഡ് പേപ്പർ ഗ്രേഡ് 0, grease, flexible cable 14 bar 0.2, dash pot oil of specific grade, contact cleaner oil that is CRC 2 to 26, electro lube. ഷട്ട്ഡൗൺ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ഓപ്പറേഷനിലിരിക്കുന്ന ഒരു സർക്യൂട്ട് ബ്രേക്കറിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ എഞ്ചിനീയർ ഇൻചാർജിൻ്റെ പെർമിഷൻ എടുക്കേണ്ടതാണ്. സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് എടുക്കേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ ഡിസിഷൻ എടുക്കേണ്ട ആൾ എഞ്ചിനീയർ ഇൻചാർജാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എഞ്ചിനീയറാണ് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള പെർമിഷൻ നൽകുന്നത്. അതിനുശേഷം എന്താണെന്ന് നോക്കാം. സർക്യൂട്ട് ബ്രേക്കറിൽ മെയിൻ്റനൻസ് വർക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായി ഫോളോ ചെയ്തിരിക്കേണ്ടതാണ്. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കൺട്രോൾ സ്വിച്ച് ആദ്യമേ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യണം. കൂടാതെ ലോക്ഡും കോഷൻ ബോർഡ്സും കൺട്രോൾ പാനലിൽ കൃത്യമായി ഡിസ്പ്ലേ ചെയ്തിട്ടും ഉണ്ടാവണം. എഞ്ചിനീയർ ഇൻചാർജിൻ്റെ കസ്റ്റഡിയിലായിരിക്കും അതിൻ്റെ താക്കോൽ ഉണ്ടാവുക. മെയിൻ്റനൻസ് നടത്തുന്ന സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അടുത്ത് തന്നെ കോഷൻ ബോർഡ് ഡിസ്പ്ലേ ചെയ്തിരിക്കേണ്ടതാണ്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കോഷൻ ബോർഡ്സ്: മെൻ അറ്റ് വർക്ക്, ഡു നോട്ട് സ്വിച്ച് ഓൺ, സർക്യൂട്ട് ബ്രേക്കർ അണ്ടർ മെയിൻ്റനൻസ്, ഡേഞ്ചർ. ഒരു സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓപ്പറേറ്റിംഗ് മാനുവൽസ് നോക്കി അതിൻ്റെ പാർട്സും അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ സർവീസിങ്ങും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ സർവീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് മാനുവൽസ് നമ്മൾ കളക്ട് ചെയ്ത് ആദ്യമേ കെയർഫുള്ളായിട്ടത് വായിക്കുക. റുട്ടീൻ മെയിൻ്റനൻസ് ചെക്കിങ്ങുകൾക്കായി പ്രീവിയസ് മെയിൻ്റനൻസ് റെക്കോർഡ്സ് ആദ്യമേ റെഫർ ചെയ്യുക. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ മെയിൻ്റനൻസ് റെക്കോർഡ് ഷീറ്റ് ആദ്യമേ കളക്ട് ചെയ്ത് വായിക്കുക. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് വായിച്ച് അത് റെക്കോർഡ് ചെയ്യുക. ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് ബസ് ബാർ ഓഫ് ചെയ്തതിന് ശേഷം സർക്യൂട്ട് ബ്രേക്കർ ഡിസ്കണക്ട് ചെയ്യുക. സർവീസ് മാനുവലിൽ നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കി സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ടോപ്പ് കവേഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുക. സർവീസ് മാനുവൽ നോക്കി സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇൻറ്റേർണൽ പാർട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. സർക്യൂട്ട് ബ്രേക്കറിലെ ട്രിപ്പിംഗ് സർക്യൂട്ട് ഏതൊക്കെയാണെന്ന് നമ്മൾ ട്രേസ് ചെയ്യുക. അതിനുശേഷം അത് കത്തുകയോ മറ്റെന്തെങ്കിലും സ്മെല്ലോ ഡിസ്കളറിങ്ങോ ഉണ്ടോ എന്ന് കെയർഫുള്ളായി ഇൻസ്പെക്ട് ചെയ്ത് കണ്ടെത്തുക. കൂടാതെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പിറ്റിങ്സ് വളരെ ഹെവി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇൻറ്റേർണൽ വയറിംഗ് കേബിൾ ഡാമേജ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം കണ്ടെത്തിയ ഫോൾട്ടുകൾ എന്തൊക്കെയാണെന്ന് ഇൻ്റർപൊളേറ്റ് ചെയ്ത് അത് സർവീസ് മെയിൻ്റനൻസ് റെക്കോർഡ് ഷീറ്റിലേക്ക് ആക്കുക. ഫോൾട്ടുള്ള പാർട്ട് കണ്ടെത്തി അത് റീപ്ലേസ് ചെയ്യുക. എവിടെയാണോ ഫോൾട്ടുള്ള ഭാഗം അത് ഐഡൻറ്റിഫൈ ചെയ്ത് സ്റ്റോറിൽ ചെന്ന് അതിനാവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വാങ്ങിവെക്കുക. ശേഷം പുതുതായി വാങ്ങിയ ഭാഗങ്ങൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ശേഷം സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഫോൾട്ടി പാർട്ട് മാറ്റി അത് റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം മൗണ്ടിംഗ് ബോൾസും സ്റ്റഡ്സും കൃത്യമായി ടൈറ്റ് ചെയ്യുക. അത് ആവശ്യമാണെങ്കിൽ മാത്രം. ഒരു പ്ലം ബോബിൻ്റെ സഹായത്തോടു കൂടി സർക്യൂട്ട് ബ്രേക്കറിൻ്റെ വെർട്ടിക്കാലിറ്റിയും ഹൊറിസോണ്ടാലിറ്റിയും കൃത്യമായി ചെക്ക് ചെയ്യുക. കൂടാതെ സ്പിരിറ്റ് ലെവലും ചെക്ക് ചെയ്യുക. അതിനുശേഷം സർക്യൂട്ട് ബ്രേക്കറിൻ്റെ മറ്റ് കോണ്ടാക്ട്സുകളും ചെക്ക് ചെയ്യുക. അതായത് സ്റ്റേഷനറി, ഫിക്സ്ഡ്, ആർസിംഗ്, ഇൻ്റർമീഡിയറ്റ്, കൂടാതെ മറ്റ് പ്രധാന കോണ്ടാക്ട്സും.
എവിടെയെങ്കിലും ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ആ ഭാഗങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുക. അതിന് സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ഓഫ് ഗ്രേഡ് O ഉപയോഗിക്കാം. കൂടാതെ CTC സൊല്യൂഷൻ. മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇന്റേണൽ കൺട്രോൾ വയറിംഗ് ചെക്ക് ചെയ്ത് അത് വെരിഫൈ ചെയ്യുക. ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്ററിൻ്റെ സഹായത്തോടു കൂടി സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓരോ വയറും ചെക്ക് ചെയ്യുക. ഇന്റേണൽ വയറിംഗ് കേബിളുകൾ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം ലൂസ് ടെർമിനേഷൻസ് ചെക്ക് ചെയ്ത് അതെല്ലാം ടൈറ്റ് ചെയ്യുക. അതിനുശേഷം കോയിലിൻ്റെ ട്രിപ്പ് റെസിസ്റ്റൻസ് മെഷർ ചെയ്ത് മാനുവലിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് വാല്യൂവുമായി അതിനെ വെരിഫൈ ചെയ്യുക. കോയിൽ റെസിസ്റ്റൻസിൽ ഒരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം ആർമേച്ചർ ഓഫ് ട്രിപ്പിങ്ങും ട്രിപ്പിംഗ് റോഡിൻ്റെ മൂവ്മെൻറ്റും ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും ഫ്രിക്ഷൻ വീണ്ടും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെലവൻറ്റ് പാർട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടി ക്ലീൻ ചെയ്യുക. അപ്പോൾ അത് മാറിക്കിട്ടും. ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ട്. എക്സസീവ് ഹീറ്റ് ഇൻ ഓയിൽ, പുവർ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്, ഹെവി സ്പാർക്ക് ഇൻസൈഡ് ദ ടാങ്ക് ഇൻ ലോങ് ഡ്യൂറേഷൻ, ടൈപ്പ് ഓഫ് ഫോൾട്ട്, ഓയിൽ ലെവൽ ഡിമിനിഷിംഗ് ഫാസ്റ്റ്. കാരണം ലീക്ക് ഇൻ ദ ടാങ്ക്. അതിൻ്റെ റെമഡി ലീക്ക് നമ്മൾ അറസ്റ്റ് ചെയ്യുക. സ്ലെഡ്ജ് ഡെപ്പോസിറ്റ് ഇൻ ദി ബോട്ടം ഓഫ് ദി ടാങ്ക്. അതിൻ്റെ കാരണം അഡൾട്രേറ്റഡ് ഓയിലും കൂടാതെ അത് പഴകുന്നതുമാണ്. അതിൻ്റെ റെമഡി നോ പ്രോപ്പർ കോൺടാക്ട്സ് ഇൻ ദി ബോട്ടം ഓഫ് ദി ടാങ്ക്, ഫിൽറ്റർ ദി ഓയിൽ. സ്പാർക്ക് കണ്ടിന്യൂയിങ് ഇൻ ദി ഇലക്ട്രോഡ് കോൺടാക്ട് ആഫ്റ്റർ മേക്കിംഗ് സർക്യൂട്ട്. അതിൻ്റെ കാരണങ്ങൾ കണ്ടക്ടർ ടിപ്പ് ഡാമേജ്, നോ പ്രോപ്പർ കോൺടാക്ട്, പ്രഷർ സ്പ്രിംഗ് ഡിഫക്റ്റ്. ഇതിന്റെ റെമഡി അല്ലെങ്കിൽ എഫക്റ്റുകൾ: ഓയിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, ലീഡ്സ് ടു ബ്രേക്കേജ് ഓഫ് ദി ടാങ്ക്, റെക്ടിഫൈ സ്പ്രിംഗ് അല്ലെങ്കിൽ കോൺടാക്ട് ടിപ്പ്. മാനുവൽ ബ്രേക്കിംഗ് നോട്ട് ഫങ്ഷനിങ്. അതിൻ്റെ കാരണം ലോഡിംഗ് സ്പ്രിംഗ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ലോഡിംഗ് മെക്കാനിസത്തിന് ഡിഫക്റ്റ് ആവാം. ഇതിന്റെ റെമഡി അല്ലെങ്കിൽ എഫക്റ്റുകൾ: നോ ബ്രേക്കിംഗ് ഈസ് പോസിബിൾ. അത് റെക്ടിഫൈ ചെയ്യുക. നോ ട്രിപ്പിംഗ് ഇൻ ഫോൾട്ട് കണ്ടീഷൻ. അതിൻ്റെ കാരണം ഡിഫക്റ്റീവ് ട്രിപ്പിംഗ് മെക്കാനിസം ആകാം അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ട്രിപ്പിംഗ് കോയിൽ ആവാം. ഇതിന്റെ റെമഡി അല്ലെങ്കിൽ എഫക്റ്റുകൾ: ഫോൾട്ട് കണ്ടീഷൻ വിൽ കണ്ടിന്യൂ. ഡാമേജ് ദ മെഷീൻ കണക്റ്റഡ് ഇൻ ലൈൻ. വെരി ലൗഡ് നോയ്സ് ഇൻ ACB വൈൽ ഓപ്പറേഷൻ. അതിൻ്റെ കാരണം ഇൻസഫീഷ്യൻറ്റ് എയർ ഫ്ലോ അല്ലെങ്കിൽ എയർ പ്രഷർ ഇൻ ചേംബർ. ഇതിന്റെ റെമഡി അല്ലെങ്കിൽ എഫക്റ്റുകൾ: കണ്ടിന്യൂസ് വൈബ്രേഷൻ വൺസ് ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻ എയർ പ്രഷർ. മൂവിംഗ് കോൺടാക്ട്സ് ബ്രോക്കൺ. അതിൻ്റെ കാരണം എക്സസീവ് ഹീറ്റ് അല്ലെങ്കിൽ എക്സസ് സ്പ്രിംഗ് ടെൻഷൻ, മിസ് അലൈൻമെൻറ്റ്. ഇതിന്റെ റെമഡി അല്ലെങ്കിൽ എഫക്റ്റുകൾ: മൂവിംഗ് കോൺടാക്ട് ഫെയിൽ ടു മേക്ക് കോൺടാക്ട് വിത്ത് ഫിക്സ്ഡ് കോൺടാക്ട്. മെൽറ്റിംഗ് ഓഫ് ഇലക്ട്രോഡ് ട്രിപ്പ്. അതിൻ്റെ കാരണം എക്സസീവ് കറന്റ് പ്രൊഡ്യൂസ്ഡ് ഹെവി സ്പാർക്ക്. സബ്സ്റ്റാൻഡേർഡ് അലോയ് മെറ്റൽ. ആർക്ക് ക്വെഞ്ചിങ് ഈസ് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദി സെറ്റ് വാല്യൂസ്. ഇതിൻ്റെ റെമഡി ചെക്ക് ദി സോഴ്സ് ഓഫ് എക്സസീവ് കറന്റ് ആൻഡ് യൂസ് സ്റ്റാൻഡേർഡ് അലോയ് മെറ്റൽ. മെയിൻറ്റെയിൻ ആർക്ക് ക്വെഞ്ചിങ് മീഡിയം ഇൻ ഗുഡ് കണ്ടീഷൻ. ഇന്റർമിറ്റിംഗ് ട്രിപ്പിംഗ് ഓഫ് ബ്രേക്കർ. റോങ് സെറ്റിംഗ് ഇൻ റിലേ, ഡിഫക്റ്റീവ് ഓർ ഫോൾട്ടി ലോഡിംഗ് സ്പ്രിംഗ്, കൂടാതെ ഫോൾട്ടി മൂവിംഗ് മെക്കാനിസം. ഇതിൻ്റെ റെമഡി കറക്റ്റ് ദി സെറ്റിംഗ് കൂടാതെ സ്പ്രിംഗ് ആൻഡ് ലോഡിംഗ് മെക്കാനിസം റിപ്പയർ ചെയ്യുക. ഷോക്ക് ഇൻ ദ ബ്രേക്കർ. കോസ് കുഡ് ബി എർത്ത് ഫോൾട്ട്. ഇതിൻ്റെ റെമഡീസ് എന്ന് പറയുന്നത് ഡു പ്രോപ്പർ എർത്ത് കണക്ഷൻ. റെഗുലർ മെയിൻ്റനൻസ് റെക്കോർഡ് ഷീറ്റ്. ദി റെഗുലർ മെയിൻ്റനൻസ് റെക്കോർഡ് ഷീറ്റ് ഓഫ് ദി സർക്യൂട്ട് ബ്രേക്കർ. റീക്യാപ്പ്. ഈ സെക്ഷനിൽ നമ്മൾ ഇതുവരെ ഷട്ട് ഡൗൺ പ്രൊസീജിയർ എങ്ങനെ ഫോളോ ചെയ്യാമെന്നും ഒരു സർക്യൂട്ട് ബ്രേക്കറിന്റെ സർവീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് മാനുവൽ ഉപയോഗിച്ച് എങ്ങനെ അവയുടെ പാർട്സും ഫംഗ്ഷനിങ്ങും തിരിച്ചറിയാമെന്നും പതിവ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി മെയിൻ്റനൻസ് റെക്കോർഡ് പരിശോധിക്കാനും ഫോൾട്ടി പാർട്സ് കണ്ടുപിടിച്ച് അവ എങ്ങനെ റീപ്ലേസ് ചെയ്യാനാകുമെന്നും സർക്യൂട്ട് ബ്രേക്കറിന്റെ മെയിൻ്റനൻസ് പ്രൊസീജിയർ എങ്ങനെ ഫോളോ ചെയ്യണമെന്നും പഠിച്ചു. ഇന്നത്തെ സെക്ഷനിലെ എല്ലാ കൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനിൽ മറ്റൊരു പുതിയ കൺസെപ്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.